ഹലോ. കുറേ കാലമായിട്ട് ആശിച്ചിട്ട് ഇതുവരെ നടക്കാനൊരു കാര്യത്തിലോട്ടുള്ളൊരു യാത്ര കേട്ടോ ഇത്. ശരിക്കും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരുന്നേ. തെന്മലയിൽ ഈ ഒരു ലുക്ക് ഔട്ടിൽ നിന്നിട്ട് ഈ ഡാം കാണുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ കാണുന്നത്. തെന്മലയിൽ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു ലുക്ക് ഔട്ട് ഉണ്ടെന്നോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റുമെന്നോ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നമ്മളിവിടെ നിൽക്കുന്ന അത്രയും ടൈം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അവരെ കറങ്ങി അടിച്ച് നിന്നിട്ട് നമുക്ക് ഇറങ്ങേണ്ടി വന്നേ. നമ്മൾ ഫാമിലി ആയിട്ടായിരുന്നു പോയത്. ഹസ്ബൻഡിൻ്റെ ഫാമിലിയും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവിടെ നിന്ന് വെറുതെ നിന്നൊരു പ്രാവിനെ ഞാൻ ഒഴിച്ചു വിട്ടു. പിന്നെ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ 13 കണ്ണറ പാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം തമിഴ്നാടൊക്കെ എത്തി. അവിടെ നമ്മൾ കുറച്ച് ആട്ടിൻകുട്ടികളൊക്കെ റോഡിൽ കൂടെ പോകുന്നത് ഇത് എപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ ചെന്നാൽ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. പിന്നെ നമ്മളൊരു പാടത്തോട്ടാണ് ഇറങ്ങിയത്. അത് നമ്മുടെ മല്ലിയിലയും പച്ചമുളകും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഒരു ജമന്തിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു പാടം തന്നെ ജമന്തി നിൽക്കുന്നായിരുന്നു. നമ്മൾ അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു പാടമായിട്ട് ജമന്തിയൊക്കെ നിൽക്കുന്നത് കാണുന്നത്. ശരിക്കും നമ്മൾ വന്നത് ഈ ജമന്തി കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമ്മൾ സൂര്യകാന്തി കാണാൻ വേണ്ടിയിട്ടാട്ടോ വന്നേ. ഇപ്പം സൂര്യകാന്തി പോകുന്ന ടൈമല്ലായിരുന്നോ. അപ്പം നമ്മൾ ഓണം തൊട്ട് ഈ ഒരു വരവ് ഇങ്ങനെ ആഗ്രഹിച്ച് അത് നീണ്ടുപോയി അവസാനം നടന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഇത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഇതൊന്ന് പൂക്കുന്നത് പോയി കാണണമെന്ന്, പക്ഷേ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രീം കം മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. നല്ല രസമുണ്ടായിരുന്നു ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ ഇടത്തൊക്കെ നോക്കിയപ്പോൾ ഈ പൂവൊക്കെ കുറേ കൊഴിഞ്ഞതും അല്ലെങ്കിൽ വാടിയതും ഒക്കെ ആയിരുന്നു കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് തന്നെ കണ്ടിട്ട് പോകേണ്ടി വരുമായിരിക്കും എന്ന്. പക്ഷേ അവിടെ നിന്ന് കുറേ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഇത്രയും നല്ല അടിപൊളി ഒരു പാടം നമ്മൾ കണ്ടു. ലാസ്റ്റ് നമ്മൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ടച്ച് ചെയ്താൽ ഇവർക്ക് എന്തോ ഈ പൂവിന് അത്ര റേറ്റ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മുടെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തതിന് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ പാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് റോഡിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലൊരു ചെറിയ തോടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ പാടമൊക്കെ വരുന്നത്. ഇവിടെ വെണ്ടയ്ക്കയുടെ കൃഷിയുണ്ട്, മുളകിൻ്റെ ഉണ്ട്, മല്ലിയിലയുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ചോളം, അങ്ങനെ കുറേ സാധനങ്ങളുടെ കൃഷിയുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. മുളകും വെണ്ടയ്ക്കയും ഉള്ളിയും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മൾ ഫുഡൊക്കെ ഇവിടെ നിന്ന് എന്തായാലും കൊണ്ടുപോയേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തിരുന്ന് തന്നെ അത് കഴിച്ചു കേട്ടോ. അവിടുത്തെ ഫുഡ് അങ്ങനെ അത്രയധികം ആർക്കും പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തമിഴ്നാട്ടിലോട്ട് എപ്പോൾ പോയാലും നമ്മൾ ഫുഡൊക്കെ ആയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ നിന്ന് ആ ഒരു സ്ഥലമൊക്കെ കുറേ നേരം കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുമായിരുന്നേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്ഥലങ്ങളെങ്കിലും പോയി കാണണം എന്നുള്ളത്. അങ്ങനെ വന്ന വഴിക്കാണ് നല്ല അടിപൊളി ഒരു സ്ഥലം കണ്ടത്. ഈ നെൽപ്പാടം കണ്ടു. അപ്പോൾ അവിടെ കാണാൻ ഭയങ്കര രസമാണ്. ഒരു പാറയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഈ നെല്ലിൻ്റെ പാടം ഉള്ളത്. നെല്ലിൻ്റെ പാടം മാത്രമല്ല, അതിൻ്റെ ഏറ്റവും നടുക്കായിട്ട് ഒരു നല്ല താമരക്കുളം ഉണ്ട് കേട്ടോ. ഒത്തിരി താമരയുണ്ട്. പക്ഷെ നമ്മൾ പോയപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ വിടർന്നിട്ടൊന്നുമില്ലായിരുന്നു, എല്ലാം കോമ്പിച്ച് നിൽക്കുമായിരുന്നു. നമ്മളെന്തായാലും അതൊക്കെ കണ്ടു. ആ പാറയുടെ അവിടെ നിന്നിട്ട് ആ ഒരു വ്യൂ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ. ഭയങ്കര കാറ്റാണ് ഈ ഏരിയയിലൊക്കെ, നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തൊരിടത്തോട്ട് പോകാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. നമ്മളിനി അടുത്തത് പോകുന്നത് കുറ്റാലത്തോട്ടാട്ടോ. അപ്പോൾ കുറ്റാലത്തോട്ട് പോകുന്ന വഴിക്ക് തന്നെ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തമിഴ്നാട്ടിലെ മഴയും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷേ അവിടെ ചെന്നപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, വെള്ളം നല്ല കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് കണ്ടത്, അവിടെ ഒരു തേങ്ങയൊക്കെ കഴിച്ചുകൊണ്ടൊരു മങ്കി ഇരിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. കാരണം വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല എനിക്ക് അവിടെ ഒന്നും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതായി ഇരിക്കുന്ന ആളെ ഇസുവിനെ കാണിച്ചു കൊടുത്തോണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ വന്നിട്ട് എന്നെ ഒന്ന് തോണ്ടി. ഞാനൊന്ന് അലച്ചു. ഇസു അത് കണ്ട് പേടിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കൂടി പോകാമെന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് തിരുമലക്കോവിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ ആ ഏകദേശം അവിടെ എത്തിയപ്പോൾ തന്നെ വലിയ വെട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ പിന്നെ എന്തായാലും അവിടെ ചെന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി എല്ലാം ഒന്ന് കാണുകയൊക്കെ ചെയ്തു കേട്ടോ. ഇവിടെ ഫോണൊന്നും യൂസ് ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും അതിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി എല്ലാം ഒന്ന് കാണാനൊക്കെ പറ്റി കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് എന്തായാലും അവിടെ. പിന്നെ നമ്മൾ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടേക്ക് വന്നു കേട്ടോ.
എന്തായാലും കുറേ കൊല്ലമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് നടന്നത്. അപ്പം നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.